കിഴക്കുകൂടിയാണ് ഇത്തവണ പാർലമെന്റിൽ ആധിപത്യം BJP സ്വീകരിക്കുക അല്ലെങ്കിൽ നേടുക എന്നുള്ളതാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ തെക്കുനിന്നും സമാനമായ ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ്. അതിലൊന്ന് തെലങ്കാനയിൽ BJP 9 മുതൽ 12 സീറ്റുകൾ വരെ നേടും. ഇന്ത്യ മുന്നണി 7 മുതൽ 4 സീറ്റുകൾ വരെ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന. ആകെയുള്ള 17 സീറ്റിൽ കഴിഞ്ഞ തവണ 3 സീറ്റ് കോൺഗ്രസിന്, 4 സീറ്റ് BJPക്ക്, TRSന്റെ 9 സീറ്റ് ഇപ്പോൾ ചിത്രത്തിലില്ല. BJP പകരം 9 മുതൽ 12 സീറ്റുകളിലേക്ക്, ഇന്ത്യ മുന്നണി 7 മുതൽ 4 വരെ സീറ്റുകളിലേക്ക്. തമിഴ്നാട് അവിടെ നിൽക്കട്ടെ, കേരളം അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ 3 വരെ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് പ്രധാനമാണ്. എന്നാലും തമിഴ്നാടും കേരളവും അവിടെ നിൽക്കട്ടെ. ആന്ധ്രയിൽ തകരുന്നുണ്ട്. ആന്ധ്രയിൽ YSRCP ഇനിയില്ല എന്ന് പറയുന്ന തരത്തിൽ TDPയും BJPയും തമ്മിലുള്ള സഖ്യം വലിയ തോതിൽ വിളവെടുക്കുകയാണ് എങ്കിൽ ഇനി തെക്കെന്നങ്ങനെ തിരിച്ചു പറയേണ്ടതില്ല എന്നാണോ? അതായത് തെക്ക് നിന്ന് ആണോ കിഴക്ക് നിന്നാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ. കാരണം ഒരു വലിയ പ്രതിപക്ഷ സഖ്യം ഈ നാട്ടിൽ രൂപപ്പെട്ട ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത്. അതാ ഞാൻ പറഞ്ഞത്. മഹാരാഷ്ട്രവും ബീഹാറും അതുപോലെ തന്നെ നമ്മളുടെ ഉത്തർപ്രദേശും, ഈ ഏറ്റവും കൂടുതൽ സീറ്റുള്ള 80 സീറ്റുള്ള ഉത്തർപ്രദേശ്, അതിൻ്റെ താഴെയുള്ള മഹാരാഷ്ട്ര, പിന്നെയുള്ള ബീഹാർ, ഈ 3 സംസ്ഥാനങ്ങളിലെ മാത്രം എക്സിറ്റ് പോൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി പിന്നാക്കമാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം, തെക്ക് നിന്നാണെങ്കിൽ പോലും തെക്ക് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഈ 3 സംസ്ഥാനങ്ങളിലും BJPയെ ഞാൻ വെറുതെ വിടുകയാണ്, അവരില്ല. പിന്നെ തെലങ്കാനയിൽ കഴിഞ്ഞ തവണ തെലങ്കാനയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്? അവിടുത്തെ BRS ഭരണ കക്ഷിയായിരുന്നവരുടെയൊക്കെ അവർക്കെതിരായ വികാരവും അവിടെ BJP വളരെ തുലം കുറവാണ്. അത് മനസ്സിലാക്കുക. അവിടെ BRSും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. അവിടെ എങ്ങനെയാണ് BJPക്ക് ലോക്സഭയിൽ കൂടുതൽ സീറ്റ് നേടാൻ കഴിയുക? വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റൊരു കാര്യം ആന്ധ്രാപ്രദേശാണ്. അവിടെ തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ട് BJP സഖ്യമുണ്ടാക്കി. ആ സഖ്യത്തിന് മുൻകൈ എടുത്തത് ജനസേന എന്നൊരു പാർട്ടിയാണ്. ഈ 3 പേർക്കും അവനെ യോജിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് BJP കൂടുതൽ സീറ്റ് നേടുന്ന എക്സിറ്റ് പോൾ പറയുന്നത്. ഞാൻ ഇതാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ 21 സീറ്റിൽ 19 സീറ്റ് BJP തേടുമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന 19 നമ്മളത് പകുതിയാക്കുകയാണെങ്കിൽ, ആ 19 ആക്കി മാറ്റുകയാണെങ്കിൽ, ആ 9 സീറ്റ് മാറുകയാണെങ്കിൽ എക്സിറ്റ് പോൾ തകർന്ന് തരിപ്പണമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, UPയിലെ നമ്മളെ പ്രചരണകാലത്ത് കണ്ടതല്ലേ, അഖിലേഷ്, അതുപോലെ തന്നെ നമ്മളുടെ ലാലു പ്രസാദിൻ്റെ മകൻ രാഹുൽ ഗാന്ധി, ഈ 3 പേരൊക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് പൊതുയോഗങ്ങൾ വരിക, ആ പൊതുയോഗങ്ങൾ ജനം ഇടിച്ചു കയറുക, ഇതൊക്കെ കണ്ട നമ്മൾ ഈ എക്സിറ്റ് പോള്, അതും ഏതാണ്ട് ഒരേ രീതി 370, 350 മുകളിലാണ് എല്ലാം. നരേന്ദ്രമോദി പറഞ്ഞ എന്താണ്? 350 400 വരെ എത്താം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആലോചിച്ചറിയാം. ഞാനതാ പറഞ്ഞത്, എക്സിറ്റ് പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ്. എക്സിറ്റ് പോൾ എപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ പ്രതീക്ഷ വയ്ക്കാം. കാരണം ആ പാർട്ടിയിലും ആ മുന്നണിയിലും വിശ്വാസമുള്ളവർക്ക് പ്രതീക്ഷ വയ്ക്കാം. ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരെങ്കിലും ആലത്തൂർ മണ്ഡലം UDF ജയിക്കുമെന്ന് പറഞ്ഞിരുന്നോ? ആരെങ്കിലും പറഞ്ഞിരുന്നോ? അവിടെ 1,65,000 വോട്ടിന് രമ്യ ഹരിദാസ് ജയിച്ചത് ആലത്തൂർ. ആലോചിച്ച് നോക്കൂ. ആ ഒരവസ്ഥ മാത്രം മതി. അപ്പം എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു 10,000 പേരിൽ നിന്നും ഒരു 100 പേരെ എടുത്താൽ അതൊരു സർവേ ആയിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിലും അത് ഈ ഒരു മുന്നണി ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്. ആ തരംഗത്തിൽപ്പെട്ട ഒരുപാട് വോട്ടുകൾ ഒഴുകി വരും. അത് കണ്ടെത്താനാവില്ല, അത് പറയില്ല പലരും. എക്സിറ്റ് പോളുകാരെ സമീപിക്കുമ്പോൾ അത് പറയണമെന്നില്ല. കാരണം അത് ഇപ്പോൾ കേരളത്തിലെ ഉദാഹരണം പറയാം. കേരളത്തിലെ ജനങ്ങളാണ് അജണ്ട സെറ്റ് ചെയ്തത്. കേരളത്തിൽ UDFോ അല്ലെങ്കിൽ LDFോ അല്ല, ജനം ഒരു അജണ്ട ഉണ്ടാക്കി. എന്താണ് അജണ്ട? ഒരു LDF വിരുദ്ധ വികാരം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് UDF ചെയ്തത്. അവിടെയാണ് NDAക്ക് 3 സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു സർവേ 3 സീറ്റ്, കഴിഞ്ഞ തവണ 1 സീറ്റ് പറഞ്ഞിരുന്നു, കെട്ടിവെച്ച കാശ് എവിടത്തും കിട്ടിയില്ല. കഴിഞ്ഞ തവണ NDAക്ക് കേരളത്തിൽ ഒരു മണ്ഡലം പ്രവചിച്ച എക്സിറ്റ് പോളുകൾ അവരാലോചിക്കുക, കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അവിടെയാണ് നമ്മുടെ എക്സിറ്റ് പോളിൻ്റെ ആ ഒരു ബലഹീനത കാണുന്നത്. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ 100 150 മണ്ഡലങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നാടാണിത്. അതിൻ്റെ ഉദാഹരണം 2004, 2009 ബീഹാറിലെ മഹാസഖ്യത്തിന് വൻ ഭൂരിപക്ഷം കിട്ടിയ നിയമസഭാ തെരഞ്ഞെടുപ്പ്.
ശരി, ഓക്കെ.